അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1311, സൂറത്തു തൗബ 102 മുതൽ 104 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم إن الله غفور رحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. ألم يعلموا أن الله هو يقبل التوبة عن عباده ويأخذ الصدقات وأن الله هو التواب الرحيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وآخرون വേറെ ചില ആളുകൾ ഇഅ്തറഫൂ ബിദുനൂബിഹിം, അവരുടെ ദോഷങ്ങളെ സംബന്ധിച്ച് അവർ ഏറ്റുപറഞ്ഞു, അവരുടെ കുറ്റങ്ങൾ അവർ സമ്മതിച്ചു. ഖലത്തു അമലൻ സാലിഹൻ, അവർ ചില നല്ല കർമ്മങ്ങളെ കലർത്തിയിരിക്കുന്നു. വആഖറ സയ്യിഅ, വേറെ ചില തിന്മകളെയും. കുറെ നല്ലതുണ്ട് അവരുടെ അടുത്ത്, കുറെ ചീത്തയുമുണ്ട് അവരുടെ അടുത്ത്. അസല്ലാഹു അൻ യതൂബ അലൈഹിം, അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനും അടിമകളോട് കാരുണ്യമുള്ളവനുമാകുന്നു. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, അവരുടെ ധനത്തിൽ നിന്ന് തങ്ങൾ സദഖ സ്വീകരിക്കുക. തുതഹിറുഹും, ആ സദഖ മുഖേന തങ്ങൾ അവരെ ശുദ്ധീകരിക്കും. വതുസക്കീഹിം ബിഹാ, ആ സദഖ മുഖേന തങ്ങൾ അവരെ സംസ്കരിക്കുകയും ചെയ്യും. വസല്ലി അലൈഹിം, അവരുടെ മേലിൽ തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന സ്വലാത്തക്ക സക്കനുൽ ലഹും, നിശ്ചയം അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു തആല അടിമകളുടെ വാക്കുകൾ കേൾക്കുന്നവനും അവരുടെ മനസ്സറിയുന്നവനുമാകുന്നു. അലം യഅലമു, അവർക്കറിയില്ലയോ, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഹുവ യഖ്ബലു തൗബത അൻ ഇബാദി, അവൻ തന്റെ അടിമകളെ തൊട്ട് പശ്ചാത്താപം സ്വീകരിക്കുമെന്ന്. വയഖുദു സദഖാത്ത്, ധർമ്മങ്ങളെ അവൻ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അവർക്കറിയില്ലയോ. അന്നല്ലാഹു ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു അല്ലാതെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും മഹാകാരുണ്യം അടിമകളോട് കാണിക്കുന്നവനുമാണ് എന്നും അവർക്കറിയില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. കഴിഞ്ഞ സൂക്തങ്ങളിൽ കാപഢ്യത്തിന്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ സ്വീകരിച്ചവരുടെ അങ്ങേയറ്റം മോശമായ നിലപാടുകൾ ധാരാളമായി വിശദീകരിക്കുകയായിരുന്നുവല്ലോ. അതിന്റെ ഇടക്ക് സത്യവിശ്വാസികളിലെ ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള സഹാബത്തിനെ മുതൽ ഇങ്ങോട്ട് അവരോട് പിന്തുടർന്നവരെ അടക്കമുള്ള അവർക്കുള്ള അംഗീകാരങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കപടന്മാരായിട്ടുള്ള ആളുകൾക്ക് രണ്ടു തരം ശിക്ഷ ലഭിക്കാനുണ്ട് എന്നും പരലോകത്തെത്തുമ്പോൾ വലിയ ശിക്ഷകൾ അവരെ കാത്തിരിക്കുന്നുണ്ടെന്നും താക്കീതു നൽകി. ഇനി മറ്റൊരു വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നു. വആഖറൂന, മറ്റൊരു കൂട്ടരുണ്ട്. ഇഅ്തറഫൂ ബിദുനൂബിഹിം, അവർ അവരുടെ കുറ്റങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ലമ്മാ ബയ്യന തആല ഹാലൽ മുനാഫിഖീനൽ മുതഖല്ലിഫീന അനിൽ ഗസാത്ത്, യുദ്ധത്തിന് പോകുന്നവരിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്ന കപടന്മാരുടെ അവസ്ഥ അല്ലാഹു വിശദീകരിച്ചപ്പോൾ, റഗ്ബത്തൻ അൻഹാ വ തക്ദീബൻ വ ശക്ക, യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെയും നിബിതങ്ങളെയും കളവാക്കുകയും ഈ യുദ്ധത്തിന് പോയിട്ട് എന്തു കാര്യമെന്ന് ശങ്കിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിന് പോകാതിരുന്ന ആളുകളുടെ അവസ്ഥ വിശദീകരിച്ചപ്പോൾ, ശറഅ ഫീ ബയാനി ഹാലിൽ മുസ്നിബീൻ, ദോഷികളുടെ അവസ്ഥ വിശദീകരിക്കാൻ തുടങ്ങുകയാണ് അല്ലാഹു. അല്ലദീന, എങ്ങനത്തെ ദോഷികൾ, തഅഖറു അനിൽ ജിഹാദി, അവർ യുദ്ധത്തെ തൊട്ട് പിന്തി, കസ്ലൻ വ മൈലൻ ഇലർ റാഹ, മടിയന്മാരായിട്ടും സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും, അല്ലാതെ നിബിതങ്ങളെ നിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ യുദ്ധത്തിന് പോയാൽ ഉപകാരം ഉണ്ടാവുന്ന സംശയം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകരുത് എന്ന ചിന്ത കൊണ്ടോ അല്ല, മറിച്ച് തൽക്കാലം ഒരു മടി വന്നു, അങ്ങനെ ഒരു അലസത വന്നു, അവരെന്ത് ചെയ്തു, യുദ്ധത്തിന് പോയില്ല. മഅ ഈമാനിഹിം വ തസ്ദീഖിഹിം ബിൽ ഹഖ്, അവർക്ക് സത്യവിശ്വാസമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന ഉറപ്പുമുണ്ട് എന്നതിനോട് കൂടെ തന്നെ അലസത കാരണത്താൽ യുദ്ധത്തിന് പോയില്ല.
അവരുടെ അവസ്ഥ അള്ളാഹു വിശദീകരിക്കുകയാണ്. വാഹറൂന, വേറെ ചില ആളുകൾ യഅ്തറഫു ബിദുനൂബിഹിം അയ് അഖറൂ ബിഹാ വഅ്തറഫു ഫീമാ ബൈനഹും വബൈന റബ്ബിഹിം. അവരുടെ ദോഷങ്ങൾ അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവരും തമ്മിലുണ്ടായിട്ടുള്ള ഈ വിഷയത്തിലെ നിജസ്ഥിതി, ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയിരിക്കുന്നു എന്നവർ സമ്മതിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ വലഹും അഅ്മാലുൻ ആഖറു സാലിഹ, അവർക്ക് വേറെ കുറെ അഅ്മാലുൻ ഉഖറു, വേറെ കുറെ നല്ല പ്രവർത്തനങ്ങളുണ്ട്, അവർക്ക് സത്യവിശ്വാസമുണ്ട്, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ പലതുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ക്ഷമാപണം നടത്താനുള്ള, പശ്ചാത്തപിക്കാനുള്ള മനസ്ഥിതിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഖലത്തു ഹാദിഹി ബിതിൽക, അവരുടെ ആ നല്ല സൽക്കർമ്മങ്ങളെ അവർ ഈ തിന്മയുമായി കലർത്തിച്ചാൽ കുറെ നല്ലതും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങനെ യുദ്ധത്തിന് കാരണമല്ലാതെ പോകാതിരുന്നു എന്നുള്ള ആ കുറ്റവും അവരിൽ നിന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ അവസ്ഥ എന്താ? ഫഹാഉലായി തഅത അഫ്ഇല്ലാഹി വഗുഫ്റാനി, അവർ അള്ളാഹുവിന്റെ പാപമോചനത്തിന്റെയും അതേപോലെ തന്നെ മാപ്പിന്റെയും കീഴിലാണ്. അഥവാ അള്ളാഹു തആല അവരെ സ്വീകരിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വഹാദിഹിൽ ആയത്തു, ഈ സൂക്തം വഇൻ കാനത്ത് നസലത്ത് ഫീ ഉനാസിൻ മുഅയ്യനീൻ, ഒരു നിർണിത വ്യക്തികളെ സംബന്ധിച്ചാണ് ഈ സൂക്തം ഇറങ്ങിയതെങ്കിലും ഇല്ല അന്നഹ ആമ്മത്തുൻ ഫീ കുല്ലിൽ മുദ്നിബീനൽ ഖാത്തഈനൽ മുഖ്ലിസീനൽ മുതലബ്ബിസീൻ, നന്മയും തിന്മയും കൂട്ടിക്കലർത്തി കുറെ നല്ലതും കുറെ ചീത്തയും ചെയ്യുന്ന, അബദ്ധങ്ങളിൽ പെട്ടുപോകുന്ന ദോഷികളായിട്ടുള്ള, എന്നാൽ അതോടൊപ്പം സത്യവിശ്വാസവും കുറെ സൽക്കർമ്മങ്ങളുമുള്ള എല്ലാ ആളുകൾക്കും വ്യാപകമായ ഉദ്ദേശമാണ് ഈ ആയത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണ്? തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിന് പോകാതെ മടിയന്മാരായിട്ട് ഇരുന്ന ആളുകളെ പറ്റിയുള്ള ചർച്ചയാണ്. പക്ഷെ അത് അവർക്ക് മാത്രം ബാധകമല്ല. പിൽക്കാലത്ത് വരുന്ന മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള നല്ല കുറെ കാര്യങ്ങളുണ്ട്, സത്യവിശ്വാസമുണ്ട്, അതോടൊപ്പം തന്നെ കുറെ സൽക്കർമ്മങ്ങളുണ്ട്, അതോടൊപ്പം കുറെ ഉടായ്പകളും കയ്യിലുണ്ട്. അങ്ങനെയുള്ള എല്ലാരെ പറ്റിയും തന്നെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി മറ്റൊരു വ്യാഖ്യാനം ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതും ഇബ്നു കസീർ തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നു. വഖദ് ഖാല മുജാഹിദുൻ ഇന്നഹാ നസലത്ത് ഫി അബീ ലുബാബ, അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. ലമ്മാ ഖാല ലി ബനീ ഖുറൈള, ബനൂ ഖുറൈളയോട് അബൂ ലുബാബ തങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നഹു ദബ്ഹ വഅശാറ ബിയദിഹി ഇലാ ഹൽഖിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ ഖുറൈളയോട് എന്തു സമീപനമാണ് എടുക്കാൻ പോകുന്നത് എന്ന സംബന്ധമായി അവര് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനോട് സ്വകാര്യമായി ചോദിച്ചപ്പോ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അവരോട് ഇങ്ങനെ തൊണ്ടയിലേക്ക്, ഹൽക്കിലേക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ അർക്കലാണ് അഥവാ കൊല്ലലാണ് തീരുമാനിക്കാൻ പോണത് എന്ന് നബിതങ്ങൾ സൈനികമായി സ്വകാര്യമായി വെച്ചിട്ടുള്ള ഒരു തീരുമാനത്തെ പരസ്യപ്പെടുത്തി. പക്ഷെ ആ പരസ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര മനസാക്ഷിക്കുത്തുണ്ടായി. ഞാൻ നബിതങ്ങളുടെ ഒരു രഹസ്യം ചോർത്തിയവനായല്ലോ, അരുതായ്മയാണല്ലോ പറ്റിപ്പോയത്, അബദ്ധമാണല്ലോ ചെയ്തു പോയത് എന്ന ചിന്ത മഹാനവറുകളെ ഭരിച്ചു. അങ്ങനെ മദീനത്തെ പള്ളിയിൽ വന്ന് മദീനത്തെ പള്ളിയുടെ ഒരു തൂണിൽ തന്റെ ശരീരത്തെ സ്വയം ബന്ധിച്ചു. നേരത്തെ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധിക്കലിന്റെ കഥ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞില്ലേ. എന്നാൽ ഇത് ബനൂ ഖുറൈളയിലെ ഒരു യുദ്ധരഹസ്യം ചോർത്തിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവമുണ്ട്. അപ്പൊ രണ്ട് സംഭവങ്ങൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും രണ്ടിടത്തും മഹാനവറുകൾ ഇങ്ങനെ മദീനത്തെ പള്ളിയുടെ തൂണിൽ വന്ന് തന്റെ ശരീരത്തെ സ്വയം ബന്ധിക്കുന്ന സമീപനം സ്വീകരിച്ചുവെന്നും പണ്ഡിതന്മാരിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒന്ന് തബൂക്ക് യുദ്ധത്തിന് പിന്തിയ കാര്യവുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് ബനൂ ഖുറൈളയിലേക്ക് ഒരു രഹസ്യം ചോർത്തിക്കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇതാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇത് അബൂ ലുബാബ അടക്കമുള്ള എല്ലാവരും തബൂക്കിലേക്ക് പോകാത്തതിനെ കുറിച്ചുള്ള സംഭവം മാത്രമാണ് എന്നാണ്. എന്തായാലും ശരി, ഇത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമാണ്. എന്തായാലും നമുക്കിവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, ആ മഹാന്മാരായ സഹാബികൾ അവർ മഹാന്മാര് തന്നെയാണ്. അവർ യഅ്തറഫു ബിദുനൂബിഹിം, അവരുടെ ദോഷങ്ങൾ സമ്മതിച്ചു പറഞ്ഞു. ദോഷങ്ങൾ സമ്മതിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുമെന്നാണല്ലോ ഇവിടെ പറഞ്ഞത്, അല്ലേ? വാഖറൂന യഅ്തറഫു ബിദുനൂബിഹിം ഖലത്തു അമലൻ സാലിഹൻ വആഖറ സയ്യിഅൻ അസല്ലാഹു അൻ യതൂബ അലൈഹിം.
അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുമാറാകും എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും എന്ന ഒരു ഉറപ്പിന്റെ ശൈലി തന്നെയാണ് ഖുർആനിലെ അത്തരം പദപ്രയോഗങ്ങൾക്ക് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ സ്വീകരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത്തലഖഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ അൻഹും. അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, നബി തങ്ങൾ തന്നെ അവരുടെ കെട്ടഴിക്കുകയും അവരെ തൊട്ട് മാപ്പ് ചെയ്യുകയും ചെയ്തു എന്ന്. അപ്പൊ നന്മയും തിന്മയും ഇടകലർത്തി ചെയ്യുന്ന എല്ലാ ആളുകളുടെ വിഷയത്തിലേക്കും ഈ സൂക്തം ബാധകമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായൊരു വിശദീകരണം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നത് ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്? ഇന്നലെ രാത്രി രണ്ട് മലക്കുകൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പട്ടണം. ആ പട്ടണത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കുറെ ആളുകളെ കണ്ടു. ആ ആളുകളുടെ പകുതി ഭാഗം, ശരീരത്തിന്റെ പകുതി പാർട്ട് ഏറ്റവും സൗന്ദര്യമുള്ള അവസ്ഥയിലാണ്. അഹ്സനുമാൻ തറാ, നോക്കുന്ന ഒരാൾക്ക് കാണാവുന്ന ഏറ്റവും നല്ല സൗന്ദര്യമുള്ള രൂപത്തിലാണ്. എന്നാൽ ശത്രുൻ മറ്റൊരു പകുതി അഖ്ബഹിമാൻ തറാ, കാണുന്നവർക്ക് നോക്കുമ്പോൾ ഏറ്റവും മോശമായ വിധത്തിലുള്ള ഒരു ശൈലിയുമാണ്. പകുതി ഭാഗം നല്ല സൗന്ദര്യം, പകുതി ഭാഗം വളരെ വൈരൂപ്യം. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ ഞങ്ങൾ കണ്ടു. അങ്ങനെ അവരോട് പിന്നെ ഈ രണ്ട് മലക്കുകൾ പറഞ്ഞു, ഇദ്ഹബൂ ഫഖഉ ഫീ ദാലിക നഹർ, നിങ്ങൾ പോയിട്ട് ആ കാണുന്ന പിന്നെ വെള്ളത്തിൽ, ആ നദിയിൽ നിങ്ങൾ വീഴുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിൽ മുങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി ആ നദിയിൽ മുങ്ങി അവർ തിരിച്ചു വന്നപ്പോൾ സുമ്മ റജഉ ഇലൈനാ, ഞങ്ങളിലേക്ക് മടങ്ങി വന്നപ്പോൾ ഫഖദ് ദഹബ ദാലിക സൗഅൻഹും, അവരെ തൊട്ട് ആ പകുതി ഭാഗത്തെ വൈരൂപ്യം, പകുതി ഭാഗത്തെ മോശമായ ശൈലി പോയിരിക്കുന്നു എന്ന് മാത്രമല്ല ഫസാറു ഫി അഹ്സനി സൂറ, അവർ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ എന്നെ കൂട്ടിക്കൊണ്ടുപോയ രണ്ട് മലക്കുകൾ എന്നോട് പറഞ്ഞു, ഹാദിഹി ജന്നത്തു അദ്ൻ, ഇതാണ് ശാശ്വതമായി വിശ്വാസികൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം. വഹാദാ മൻസിലുക, തങ്ങൾക്കുള്ള ഇടം ഇവിടെയാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹിക്കുള്ള വീട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട ആ മലക്കുകൾ പറഞ്ഞു, അമ്മൽ ഖൗമുല്ലദീന കാനൂ ശത്റുൻ മിൻഹും ഹസനുൻ വ ശത്റുൻ മിൻഹും ഖബീഹുൻ, അവര് അങ്ങനെ തങ്ങളിപ്പോ കണ്ട കുറച്ച് പകുതി ഭാഗം സൗന്ദര്യവും പകുതി ഭാഗം വൈരൂപ്യവുമുള്ളതായിട്ടുള്ള ആളുകൾ കണ്ടില്ലേ, അവര് ഫഇന്നഹും ഖലത്തു അമലൻ സാലിഹ വആഖറ സയ്യിഅ, കുറെ നന്മയും കുറെ തിന്മയും ചെയ്തവരാണ്. അങ്ങനെ ഫതജാവസല്ലാഹു അൻഹും, അല്ലാഹു തആല അവരെ തൊട്ട് മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹു തആല ഇപ്പോൾ അവരേറ്റവും സൗന്ദര്യമുള്ള അവസ്ഥയിലേക്ക് മാറ്റിയത്. അപ്പോൾ തിന്മകൾ വരുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് പശ്ചാത്തപിച്ച് അതിന്റേതായിട്ടുള്ള ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത് എന്ന ഗുണപാഠം ഈ സൂക്തത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, അവരുടെ സമ്പത്തിൽ നിന്ന് തങ്ങൾ സദഖ സ്വീകരിക്കുക. സദഖ സ്വീകരിക്കുക എന്നത് നിർബന്ധ ദാനത്തെപ്പറ്റിയാണോ അതല്ല സുന്നത്തായ ധർമ്മത്തെപ്പറ്റിയാണോ എന്ന് രണ്ടു നിരീക്ഷണം പണ്ഡിതന്മാർ ഇവിടെ നടത്തുന്നുണ്ട്. നിർബന്ധ ദാനമാണ് ഇവിടുത്തെ വിഷയം എന്ന് ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, ആ സദഖ സ്വീകരിച്ചാൽ തങ്ങൾ ആ സദഖ സ്വീകരിക്കുന്നതോടുകൂടെ തുതഹിറുഹും, തങ്ങൾ അവരെ ശുദ്ധിയാക്കും. തുസക്കീഹിം ബിഹാ, ആ സദഖ മുഖേന തങ്ങൾ അവരെ സംസ്കരിക്കുകയും ചെയ്യും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും, അതേപോലെ തന്നെ ഈ സദഖ മുഖേന, ഈ ധർമ്മം മുഖേന അല്ലെങ്കിൽ നിർബന്ധ ദാനം മുഖേന അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലുള്ള തെറ്റായ സംഗതികളിൽ നിന്നെല്ലാം മോചനം നൽകുകയും ചെയ്യും. അപ്പൊ അവരുടെ സമ്പത്ത് തങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് വസല്ലി അലൈഹിം, തങ്ങൾ അവരുടെ മേലിൽ പ്രാർത്ഥിക്കുകയും വേണം. തങ്ങൾ ദ്വാർക്കണം അവർക്ക് വേണ്ടി, സദഖയായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി തങ്ങൾ ദ്വാർക്കണം. കാരണം ഇന്ന സലാത്തക്ക സക്കനുല്ലഹും, തങ്ങളുടെ പ്രാർത്ഥന അവർക്കൊരു ആശ്വാസമാണ്, ഒരു സമാധാനമാണ്. നബിതങ്ങൾ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ ആ റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ, അതൊരാശ്വാസമാണ്. എല്ലാ കാലത്തുള്ള വിശ്വാസികൾക്ക് നമ്മളെക്കാൾ ഉന്നതരായ മഹാന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റെക്കമെൻഡുകൾ അത് ആശ്വാസത്തോടെ കാണേണ്ടതാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു അടിമകളുടെ മനസ്സറിയുന്നവനും അവരുടെ വാക്കുകൾ കേൾക്കുന്നവനുമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ
തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. ഇവിടെയും കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതുപോലെ ഖുദ്മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തുനിന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിന് പോകാത്തവരുടെ സമ്പത്തുനിന്ന് തങ്ങൾ സക്കാത്ത് സ്വീകരിക്കുക എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിലും എല്ലാ ആളുകളിലേക്കും ബാധകമായ വ്യാപകമായ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുത്തനബി വഫാത്തായതിനു ശേഷം സക്കാത്ത് വാങ്ങാൻ ഖലീഫക്ക് അധികാരമില്ല. കാരണം നബി തങ്ങളോടാണ് അല്ലാഹു നേരിട്ടത് വാങ്ങാൻ പറഞ്ഞത്. തങ്ങളില്ലാത്ത സ്ഥിതിക്ക് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞവരോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തത് ഹദീസിലുണ്ടല്ലോ. യുദ്ധം ചെയ്തു എന്ന് മാത്രമല്ല, ഇബ്നു കസീർ തന്റെ തഫ്സീറിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹത്താ ഖാല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി ഇഖാലൻ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗഖാത്തിലന്നഹും അലാ മൻഅഹി. നബി തങ്ങളുടെ കാലത്ത് ഒട്ടകത്തെയും ആടിനെയും ഒക്കെ സക്കാത്ത് കൊടുക്കുമ്പോ അതിന്റെ കൂടെ ഒരു കയറ് കൊടുക്കുന്ന ഒരു എന്താ പറയാ, ഒരു നിലപാട്, കയറ് കൊടുക്കുന്ന ഒരു സ്വഭാവം അത് അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ആ കയറ് തരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ പോലും ഞാൻ യുദ്ധം ചെയ്യും അവരോട്. കാരണം എന്താ, നടന്നു വരുന്നൊരു നിലപാടിനെ അകാരണമായിട്ട് തിരുത്താൻ പാടില്ല, അകാരണമായി ആ നിലപാടിനെ ലംഘിക്കാൻ പാടില്ല. അല്ലേ, ഒരു പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിൽ ആ പെരുമാറ്റച്ചട്ടത്തെ ലംഘിക്കാതെ തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ലംഘിക്കാൻ ആവശ്യമായിട്ടുള്ള റീസൺ വേണം. അപ്പൊ ആ റീസൺ ഇല്ലെങ്കിൽ അത് ലംഘിച്ചാൽ അത് എത്ര ചെറിയ കാര്യമായാലും ശരി അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും എന്നിട്ട് നബിതങ്ങളോട് അല്ലാഹു പറഞ്ഞാണെന്ത്, അവർ സക്കാത്ത് സ്വീകരിക്കണം, വസല്ലി അലൈഹിം, അവരുടെ മേലിൽ താങ്കൾ പ്രാർത്ഥിക്കുകയും വേണം, വയുദ്ഉ ലഹും വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും വേണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉതിയ ബിസദഖത്തി ഖൗമിൻ സല്ലല്ലാഹു അലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു വിഭാഗത്തിന്റെ സക്കാത്ത് കൊണ്ടുവരപ്പെട്ടാൽ അവർക്ക് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തന്റെ പിതാവ് സക്കാത്തുമായി വന്നപ്പോൾ പിതാവിന് വേണ്ടിയും അങ്ങനെ കുടുംബത്തിനു വേണ്ടിയും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ എന്ന് ദുആ ചെയ്തു എന്ന് കൂടി ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് മറ്റൊരു സഹോദരിയുടെ കഥ കൂടി ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. അന്നംറാത്തൻ ഖാലത്ത് യാ റസൂലല്ലാഹ് സല്ലി അലയ്യ വഅലാ സൗജി, എനിക്കും എന്റെ ഭർത്താവിനും വേണ്ടി ദുആർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വഅലാ സൗജിക്കി, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും അല്ലാഹു നന്മ ചെയ്യട്ടെ എന്ന്. അപ്പൊ നബി തങ്ങളുടെ പ്രാർത്ഥന അത് ജനങ്ങൾക്ക് എന്താണ്, സക്കനുല്ലഹും, അതവർക്ക് സമാധാനമാണ്, അതേപോലെ തന്നെ കാരുണ്യമാണ്, അതവർക്കൊരു വലിയ ധൈര്യമാണ് എന്നൊക്കെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. തങ്ങളിൽ നിന്ന് ദുആക്ക് അർഹതയുള്ള ആളുകൾക്ക് തങ്ങൾ ദുആർക്കുമ്പോൾ അതവർക്കൊരു ആശ്വാസമാണ്, ഒരു സമാധാനമാണ്. എത്രത്തോളം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഹദീസിൽ കാണാം എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ ദഅാ ലിറജുലിൻ, ഒരാൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്താൽ അസാബത്തുഹു വഅസാബത്ത് ഉൽദഹു വഉൽദ ഉൽദിഹി, അല്ലെങ്കിൽ അസാബത്ത് വലദഹു വവലദ വലദിഹി, നബി തങ്ങൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആയുടെ ബെനിഫിറ്റ് ദ്വാർന്ന ആൾക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും സന്താനങ്ങളുടെ സന്താനങ്ങൾക്കും വരെ അതിന്റെ ഗുണം ലഭിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് അത്ര വലിയ പ്രത്യേകതയും പ്രാധാന്യവുമുണ്ട് എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അലം യഅലമു, അവർക്കറിയില്ലയോ, അന്നല്ലാഹു യഖ്ബലു തൗബത്തൻ ഇബാദി, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടിമകളെ തൊട്ട് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, വയഖുദു സദഖാത്ത്, അവരിൽ നിന്നുള്ള ധർമ്മം സ്വീകരിക്കുന്നവനുമാണ് എന്നവർക്ക് അറിയില്ലയോ എന്ന് അല്ലാഹു ചോദിച്ചു. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഹാദാ തഹീജുൻ ഇല തൗബത്തി വസദഖത്തില്ലതൈനി കുല്ലു മിൻഹാ യഹ്തു ദുനൂബ വയുമഹ്സുഹാ വയംഹഖുഹാ. ഈ പറഞ്ഞ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കാനും അതേപോലെ ധർമ്മം ചെയ്യാനും ആരോട് കൽപ്പിക്കുകയാണ്, ജനങ്ങളോട് പ്രേരിപ്പിക്കുകയാണ്. ഈ ധർമ്മം ചെയ്യുന്നതിലൂടെയും അതേപോലെ തന്നെ പശ്ചാത്തപിക്കുന്നതിലൂടെയും ദോഷങ്ങൾ കഴുകിക്കളയാനും അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള അവസരമുണ്ടാകും.
അതിനാണ് അല്ലാഹു തആല ഈ സൂക്തത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ കാണാൻ ഒരു ഹദീസ്, ഇന്നല്ലാഹ യഖ്ബലു സദഖത വയഖുദുഹാ ബിയമീനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖയും ധർമ്മവും ഒക്കെ സ്വീകരിക്കുകയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുറബ്ബിഹാ ലി അഹദിക്കും, നിങ്ങൾക്ക് വേണ്ടി അതിനെ അവൻ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും. കമാ യുറബ്ബി അഹദിക്കും മുഹറഹു, കമാ യുറബ്ബി അഹദുക്കും മുഹറഹു, നിങ്ങൾ ഓരോരുത്തരും അവരുടെ കുതിരക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരും. ഹത്താ ഇന്ന ലുഖ്മത തസീറു മിസ്ല ഉഹദിൻ, ഒരു പിടി ഭക്ഷണം നമ്മൾ സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം അല്ലാഹു തആല വളർത്തിയിട്ട് ഉഹദ് മല പോലെ ആയിട്ടുണ്ടാകും നമ്മുടെ അടുത്തെത്തുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലോ, യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്, അതിന്റെ പുലർച്ചയാണ് ഇവിടെ കാണുന്നത് എന്നുകൂടി ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലാഹു സദഖ സ്വീകരിക്കും, അതേപോലെ തന്നെ പശ്ചാത്താപവും സ്വീകരിക്കും. അതുകൊണ്ട് തെറ്റുപറ്റിപ്പോയാൽ അതേറ്റു പറയുന്ന സ്വഭാവം സ്വീകരിക്കണം. കാരണം എന്താ, അവർക്കറിയില്ലയോ അന്നല്ലാഹു ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു അല്ലാതെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അടിമകളോട് മഹാകാരുണ്യം കാണിക്കുന്നവനുമാണെന്ന് അറിയില്ലയോ. അതുകൊണ്ട് അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നന്നാവാനുള്ള ശ്രമം നടത്തണമെന്നാണ് അല്ലാഹു പറയുന്നത്. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.